വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഓലയുടെ നോർമലിന്റെ ഈ പവർ തന്നെയാണ് ഇതിന്റെ അകത്ത് റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. അതേപോലെ തന്നെ മറ്റേ ഓലയ്ക്കകത്ത് 4 ഓപ്ഷൻ ഉണ്ടല്ലോ, എക്കോ ഉണ്ട്, നോർമല്, സ്പോട്ട്, ഹൈപ്പർ. ഹൈപ്പർ ഇല്ല, ഇതിന് കിട്ടുന്ന സ്പോട്ടിന്റെ ആ ഒരു പവർ ഇതിന്റെ എന്താ പറയാ ഇതിന്റെ മോഡിന്റെ ഇതിന്റെ റഷ് മോഡ് കിട്ടുന്നുണ്ട്. റഷ് മോഡിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. പിന്നെ റീജന്റെ കാര്യമാണെങ്കിലും അത്യാവശ്യം ഇൻബിൽറ്റ് വരുന്നുണ്ടല്ലോ, അത്യാവശ്യം ഇൻബിൽറ്റ് തന്നെ വരുന്നു. മറ്റേ നമ്മള് ഓലയ്ക്ക് ഇങ്ങനെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ട് കൈ ആക്കിയാൽ മാത്രമല്ല വരത്തുള്ളൂ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്സിലേറ്റർ ആക്കിയാൽ മാത്രമേ വരുന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് ഏതർ ഓടിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഏതർ അത്യാവശ്യം എന്താ പറയാ ആ കൊടുക്കുന്ന വിലക്കുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയല്ലോ ഓടിച്ചു നോക്കി. ടോപ്പ് എൻഡിൽ വരുന്നത് 196 വില വരുന്നുണ്ട്. ഇല്ല, ഈ നമ്മുടെ ഓലക്കയർ 151 സംതിങ്ങാ, ഇതിനും 161 സംതിങ്. പക്ഷെ ഇത് അത്യാവശ്യം ഓടിച്ചിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു വണ്ടി ഓടിക്കാൻ ഒരു ഫീൽ തോന്നുന്നുണ്ട്. കണ്ടിട്ട് ആ ഒരു പാർട്സിന് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി അത്യാവശ്യം ഉണ്ട്. പിന്നെയുള്ള നേരം സോഫ്റ്റ്വെയർ അത്ര അഡ്വാൻസ്ഡ് അല്ലെന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒരു ആവശ്യം വരുന്നുമില്ല. സോഫ്റ്റ്വെയർ അഡ്വാൻസ്ഡ് ആകുന്നതനുസരിച്ച് കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലാഭിച്ചൊരു വണ്ടി ഓടിക്കണമെന്ന് വിചാരിച്ചാൽ ഓക്കെ. ഇപ്പം നമുക്കാണെങ്കിൽ ഇത് മറ്റേ ഈ ഏതൊക്കെ ആണെങ്കിൽ നമുക്കൊരു കൺട്രോൾ പോകുന്നുള്ളൊരു ഫീല് തോന്നും. ചെറിയ കട്ടറുള്ള റോഡിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇതൊന്നും അറിയില്ല, പക്ഷെ ഏതെന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ അത്യാവശ്യം സ്റ്റോക്കും ഇതൊക്കെ അത്യാവശ്യം നല്ല ഫ്രണ്ട് സസ്പെൻഷൻ കുഴപ്പമില്ല. പക്ഷെ കുഴപ്പം നമുക്കേ റിവേഴ്സ് മോഡ് നോക്കാം എങ്ങനെയാണ്. ഇത് പാർക്കിൽ ഇത് ചെയ്തിട്ട് കൈ എടുക്കുക. ഇപ്പൊ റിവേഴ്സായി, എന്നിട്ട് ഇങ്ങനെ കൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ലേഡീസിനൊക്കെ അത്യാവശ്യം ഭയങ്കര ഉപകാരമുള്ള സാധനം. നമ്മൾ വീണ്ടും ഇന്നോടെ ഞെക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ട് പോകും. 4 കിലോമീറ്റർ സ്പീഡ് വരെ പോകത്തുള്ളെന്നാ നമ്മളടുത്ത് പയ്യൻ പറഞ്ഞ് ഒരു ഇപ്പൊ റിവേഴ്സ് എടുത്ത്. കാരണം ഇല്ലെങ്കിൽ മറ്റേ ഓലയ്ക്കുണ്ടെങ്കിലും ഇത്ര എഫിഷ്യന്റ് അല്ല സാധനം. നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാനുള്ള ഇതുണ്ട്. സ്വിച്ചസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതാ ഇപ്പൊ മാറി. ഇപ്പൊ നമ്മള് വീണ്ടും ലേക്ക് പോകുന്നു. ഇനിയിപ്പോ നീ ഓടിച്ചു ഞാൻ വണ്ടി കൂടെ വെക്കാം. എന്നുവെച്ചാൽ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും. ഇത്രയും വലിയ വണ്ടിയാന്ന് തോന്നത്തേ. ഓക്കെ, ഇനി അടുത്ത നീ ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വണ്ടി അത്യാവശ്യം ഓക്കെയാണ്. അടുത്ത ഹാഷിദ് ഖാനാണ് ഓടിച്ചു നോക്കുന്നത്. അടുത്ത ഹാഷിദ് ഖാന്റെ അടുത്ത് അത് നീ റൈഡിലാക്കിയിട്ട് അത് വണ്ടി ഓഫാ. നമ്മൾ ആ റെഡില് താഴോട്ടാക്കണം ബ്രേക്ക് പിടിച്ചിട്ട്. അപ്പൊ അതിന്റെ റെഡി ടു ഡ്രൈവ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, റെഡി. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇങ്ങനെയുള്ള കാരണം നമ്മൾ മറ്റേ വണ്ടിയിലൊക്കെ ഇത്രയും വെള്ളത്തിൽ പോകുമ്പോൾ കാല് മൊത്തം നനയും. ഇത് കണ്ട് ഇത് നമുക്ക് അങ്ങനെ എഫക്റ്റ് വരുന്നില്ല. അവരെന്തോ ഒരു സിസ്റ്റം അതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുക. കാരണം നമ്മൾ ഓലയിലൊക്കെ ഇത്രയും ഒരു വെള്ളത്തിൽ പോകുമ്പോൾ നമ്മുടെ കാലിലോട്ടെല്ലാം വെള്ളം തെറിച്ച് വീഴുന്നുണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല. അടുത്ത എന്ത് പറ്റി ഇതിന്റെ റിവേഴ്സ് ഒന്ന് അടുത്ത റിവേഴ്സ് ഇതൊരു നല്ല പരിപാടിയാണ്. കാരണം ഓലയ്ക്ക് ഈ പരിപാടി ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കുറെ സ്വിച്ചുകൾ അവിടെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഭയങ്കര ഇതാകുമ്പോൾ സിമ്പിളായിട്ട് 3-4 സ്വിച്ചേ ഉള്ളൂ. ഓക്കെ, അത് 4 കിലോമീറ്റർ വരെ സ്പീഡിലെ പോകത്തുള്ളൂ പറഞ്ഞേക്കുന്നത്. ഓലയ്ക്ക് ഇത് കണ്ടിന്യൂസ് കിട്ടത്തില്ല, ഇടയ്ക്കൊന്ന് ചെറിയ ഡ്രോപ്പ് വരും. അല്ല, ഓലയ്ക്ക് അത് ഞാൻ കണ്ട വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതലായി സോഫ്റ്റ്വെയർ കുത്തിക്കയറ്റി. കാരണം നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇത് സിമ്പിളായിട്ട് എല്ലാ കാര്യം ചെയ്യാം. എനിക്ക് സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും വണ്ടി ഓടും. ഓലയ്ക്കൊക്കെ അടുപ്പിച്ച് പിടിച്ചിട്ട് എനിക്കായിട്ടോ. ഓക്കെ, ആ ഒരു കുതിപ്പുണ്ട് അല്ലേ? ഈ ഒരു സാധനം നമുക്ക് ഏതറിൽ കിട്ടിയിട്ടില്ല. ഏതർ ഓടിച്ചപ്പം നമുക്ക് ഈ ഒരു കയറിപ്പോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊടുക്കുമ്പോഴത്തേക്കേ ആകെ അവരുടെ റാപ്പ് മോഡിൽ മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി നമുക്ക് പവർ ഒരു തോന്നിയത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആകെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ 3 വണ്ടി ഓടിച്ചതിൻ്റെ അകത്ത് ഏതറിന്റെ നമുക്ക് ഒന്നും അങ്ങോട്ട് ഇത് അടിപൊളിയാന്ന് തോന്നിക്കുന്ന ഓലയിലാണ് തോന്നിയത്. പിന്നെ ഇപ്പൊ ഈ വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് ഇതും എങ്ങനെയായിരുന്നു ഇത് ഇപ്പൊ റൈറ്റിലോട്ട് ഇപ്പുറത്തോട്ട് ഓപ്പോസിറ്റ് ഒന്നുകൂടെ
ഓക്കെ. ആക്സിലേറ്റർ കൊടുക്കാതെ വേണം ഇത് മാറാൻ. ഹോൾഡ് ചെയ്ത് വണ്ടി ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആ കോസ്റ്റ് ഭയങ്കര കൂടുതലല്ലേ ബാക്കി വണ്ടികൾ നോക്കുവാണെങ്കിൽ. ഇപ്പൊ ഓല ഓക്കെ, ഏതെങ്കിലും കോസ്റ്റ് ഇച്ചിരി കൂടുതലുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് നിനക്ക് ഹാൻഡിലിംഗ്? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. ഹാൻഡിലിംഗ് ബെറ്റർ അല്ലേ ഈ 3 വണ്ടികളെടുക്കും? ഇതിനല്ലേ ഹാൻഡിലിംഗ് കുറച്ചുകൂടെ. ഓലയൊന്ന് യൂ ടേൺ ഒക്കെ എടുത്ത് കയറണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് വേണം. ഇത് സിമ്പിൾ ആയിട്ട് ഇത്രയും വലിയ വണ്ടിയാണ് നമുക്ക് തോന്നത്തില്ല ഓടിച്ചു സിമ്പിൾ ആയിട്ട്. ഇതെങ്ങനെയാ പറയുക, നമ്മുടെ മറ്റേ കരിസ്മ ഇല്ലായിരുന്നു? കരിസ്മയ്ക്ക് ഇതേ സെയിം ആയിരുന്നു. കാരണം എന്ന് പറയാൻ ഹാൻഡിൽ ഷോട്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിലിംഗ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. നമ്മൾ കട്ടറി വേണ്ടിട്ട് വലിയ ഷോപ്പ് അത്യാവശ്യം നല്ലത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ അത്യാവശ്യം കട്ടറി കൂടെ ഒന്നും പോയിട്ട് നമ്മൾ കുലുക്കൊന്നും വലിയായിട്ട് അറിയുന്നില്ല. ബാക്കി ഇരുന്നിട്ടും ഫ്രണ്ട് ഇരുന്നിട്ടും. നിനക്ക് ഓടിച്ചിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് ഓടിച്ചിട്ട് നല്ലതായിട്ട് ഏതാറിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഓല വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ നമുക്കൊരു ബൈക്ക് ഓടിക്കുന്നതിന്റെ ഏകദേശം അതുപോലത്തെ ഒരു ഫീൽ തന്നെയാണ് തോന്നുന്നത്. നമുക്കൊരു നമുക്ക് സുഖമായിട്ട് ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു സാധനം ഓടിക്കുന്ന പോലെ ഹാൻഡിലൊക്കെ പിടിക്കുന്ന ഒരു പ്രീമിയം ഫീൽ തോന്നുന്നു. അതിനകത്ത് ബോഡി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് ബോഡിക്ക്. അതുപോലെ ബ്രേക്കിംഗ് കുറച്ചുകൂടെ ഷാർപ്പാണ്. അതുമല്ല, എനിക്ക് സ്റ്റാഫിന്റെയും പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഞാൻ ഈ 3 ഷോറൂമിലും പോയി. പക്ഷെ ഉള്ളതിന് സ്റ്റാഫിന് കുറച്ച് ഈ സാധനങ്ങളെ കുറിച്ച് നോളജ് ഉള്ളതും ഇവരുടെ ഹിസ്റ്ററി പറഞ്ഞു തരാനും എല്ലാം ബെറ്റർ. എനിക്ക് ഇവിടുത്തെ നല്ലപോലെ ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫിനെ പോലാണ് തോന്നുന്നത്. എനിക്ക് ബ്രേക്കിംഗ് പെട്ടെന്ന് തന്നെ ഇതാകുന്നുണ്ട്. അവർ CVC എന്ന് പറയുന്ന എന്തൊരു ടെക്നോളജി യൂസ് ചെയ്തേക്കുന്നതെന്നാ പറഞ്ഞത്. അതിനെ കുറിച്ച് വിശദമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഒരു കയറ്റം വരുന്നത്. വണ്ടി ഏറ്റവും സ്പീഡിൽ പോകുന്ന വേറെ കുഴപ്പമില്ല. നമുക്കൊരു ഹാൻഡ്ലിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ലല്ലോ. സ്പീഡ് ഇതിൻ്റെ അകത്ത് മെയിൻ നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ഇല്ലെന്നുള്ളതും നല്ല ക്വാളിറ്റി സ്പെയർ പാർട്സും അതുപോലെ പെട്ടെന്ന് തന്നെ സിസ്റ്റംസ് ഒക്കെ നമുക്ക് എന്തൊക്കെയാണ്. ഇതിപ്പോൾ നമുക്ക് ഹൈവേയിലൊന്ന് ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഹൈവേയിൽ ഇപ്പം നോർമൽ മോഡിലല്ലേ റൈഡ് ഓക്കെ. ഇനിയിപ്പം മറ്റേ എക്കോ മോഡിലോട്ട് മാറ്റാം. എക്കോ മോഡ് നോക്കിയിട്ട് നമുക്ക് റൈഡ് സ്പോട്ട് അങ്ങനെ അതിലോട്ട് മാറാം. ഇപ്പൊ നമ്മൾ എക്കോ മോഡിലാണ്. എക്കോ മോഡിൽ നമുക്ക് 40 വരെ പോകത്തുള്ളൂ. 40 ആണ്. അത് എനിക്കൊന്ന് 42 വരെ കയറും. അതേ തന്നെ ഒരു ഫീലാണ്. ഓക്കെ, റെസ്റ്റിലോട്ട് റേഞ്ച് കൂടെ ഒന്ന് ചെക്ക് ചെയ്തോ. റേഞ്ച് ഇപ്പൊ നമ്മള് ഇപ്പൊ 101 90% 101 കാണിക്കുന്നത്. അടുത്ത റൈഡ് 84 90%. പക്ഷെ റൈഡ് ഇടുമ്പോൾ അങ്ങനെ ഉണ്ട് കയറുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഇതായിരിക്കും കുറച്ചുകൂടെ ഒരു നോർമൽ നല്ലൊരു പവറുള്ള വണ്ടി ഓടിക്കണം തോന്നിയ റൈഡാണ് ബെറ്റർ ഓപ്ഷൻ. എനിക്കതാണ് തോന്നിയത്. ഇതെന്ന് വെച്ചാൽ ഒരു സാധാരണ സ്കൂട്ടേഴ്സിനെ അപേക്ഷിച്ച് ഈ അല്ലാത്തൊരു സ്കൂട്ടേഴ്സിന് റൈഡിൽ ഈ ഒരു പവറൊന്നും കിട്ടും. ഈ ഒരു പവർ എന്ന് വെച്ചാൽ നമുക്കൊരു ഡിയോ ഒക്കെ ഓടിക്കുവാണെങ്കിൽ ഈ ഒരു പവർ തന്നെ വരുമെന്ന് പറയാം. ഡിയോക്കാൾ കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ല ആക്സിലറേഷൻ. അതുപോലെ ബ്രേക്കിംഗ് ആണെങ്കിൽ തന്നെ ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. അത് 2 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് വണ്ടിക്ക്. സ്പീഡിലോട്ട് മാറ്റി നോക്കി, മറ്റേ റെസ്റ്റിലോട്ട് മാറ്റി നോക്കി. റെസ്റ്റിടുമ്പോഴേക്ക് നല്ല കുതിച്ചിങ്ങനെ കയറുന്നൊരു ഫീലുണ്ടല്ലോ. ഇവര് നമ്മുടെ ഷോറൂമിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന 90 മാക്സിമം സ്പീഡ് എന്നാ. നമുക്ക് ഈ റോഡിലെങ്കിലും 90 ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷെ സേഫായിട്ട് ഇതെന്ന് വെച്ചാൽ മറ്റേ വണ്ടിയിട്ടൊന്നും നമുക്ക് വണ്ടി പാളിപ്പോന്നുള്ള പേടിയില്ല ബ്രേക്ക് ചെയ്യുമ്പോൾ. അല്ല, ബ്രേക്കിങ് കറക്റ്റായിട്ട് കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റഷിലിട്ടിട്ടാണ്, ടോപ്പ് വേരിയന്റിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓപ്ഷനിൽ ഇട്ടിട്ടാണ്. പക്ഷെ ആ ഒരു
ആക്സിലറേഷന്റെ ആ ഒരു ഇതുണ്ട്, ആ ഒരു ഉതുപ്പുണ്ട് സാധനം. പക്ഷെ ഈ സാധനം ഞങ്ങൾക്ക് കിട്ടാത്ത ഏതറിൽ മാത്രമാണ്. ഏതറിന് കുറ്റം പറയുന്നതല്ല, അവർ ഈ വില കൊടുത്തിട്ട് ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യരെ. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വില വരുന്ന അതാണ്. പക്ഷേ ഏറ്റവും കുറവ് സാധനങ്ങളുള്ള അവർ കുറച്ച് സോഫ്റ്റ്വെയറും തന്ന് അവരുടെ വേറെ സോഫ്റ്റ്വെയറിന് വേറെ കാശ് വേണം. ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേറെ സോഫ്റ്റ്വെയറിനൊന്നും വേറെ പൈസ വരുന്നില്ല. പക്ഷെ ഓരോക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിന് വേറെ പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ട്. അതുപോലെ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ നന്നായിട്ട് എടുത്തോണ്ട് പോകാനൊക്കെ ഇപ്പം ഓടിക്കുന്ന പോലത്തെ ഒരു കംഫർട്ട് നമുക്കുണ്ട്. സിമ്പിളായിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുന്നുണ്ട്. മറ്റേ വലിയ വണ്ടികളുടെ കൂട്ട് നിങ്ങൾക്ക് ഓല ഓടിച്ചിട്ട് ഹാൻഡിലിംഗ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് തോന്നിയ വ്യത്യാസം. ഈസി അല്ല ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഞാൻ ആദ്യമേ ഇത് മറ്റേ വലിയ വണ്ടിയാന്ന് കണ്ടപ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇത് ഹാൻഡിലിംഗ് നമുക്ക് ആ ഒരു ഇതില്ല, സിമ്പിളായിട്ട് ഓടിച്ച് എടുത്തോണ്ട് പോകാൻ പറ്റുന്നുണ്ട്. കാല് കുപ്രസ് നമ്മുടെ ചേതക്കും പോകുന്നുണ്ട്. ചേതക്കേട്ടനോടും കൂടെ വേണേ റിവ്യൂ ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചേതക്ക് പക്ഷെ ചേതക്ക് കുറച്ചുകൂടെ ചെറിയ വണ്ടി. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ചേതക്ക് ചെറിയ വണ്ടികളാവും. ചേതക്കിൻ്റെ ഇത് ഈ ഡിസ്പ്ലേ ഒക്കെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് തോന്നിയത് ടച്ച് അല്ലാത്ത ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. പക്ഷെ അതെനിക്കൊരു അങ്ങനെ വലിയ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്കത് അതിൻ്റെ അകത്ത് അത് ശരി. പിന്നെ എനിക്ക് തോന്നിയത് ഈ സ്വിച്ച്, ഒരു സ്വിച്ചിന് ഒരൊറ്റ സ്വിച്ച് ഉണ്ട്. ഈ മോഡ് മാറ്റാൻ സ്വിച്ചിന് മാറ്റാൻ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി കൊടുക്കാറെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി എല്ലാം അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള സ്വിച്ചുകളാണ്. ഇതൊരു പെയിന്റിങ് ഇതിന് പക്ഷേ സെപ്പറേറ്റ് വില കൊടുക്കണം ഈ ഹോൾഡറിന്. അതിന് എക്സ്ട്രാ പക്ഷേ അത്യാവശ്യം. പക്ഷെ പെയിൻ ഈ വണ്ടിയുടെ ഇനി ഓടിച്ചോ. ആദ്യം പോലെ കാണിക്കും. ഇത് ഓഫ് ചെയ്തിട്ട് വണ്ടി മാറ്റി വണ്ടി ഓഫ് ചെയ്തു, ഓണാക്കി. ഇതാണ് മെയിൻ. ഇത് നമ്മുടെ പഴയ മറ്റേ എഫ്സിക്കൊക്കെ വരുന്ന ടൈപ്പ് മീറ്ററാണ്. ബ്രേക്ക് ചവിട്ടി ഇത് ഇങ്ങനെയാണ് സ്വിച്ച് ഓണാക്കുന്നത്. ഓണാക്കി ഇൻഡിക്കേറ്റർ ഇട്ടു. അത്യാവശ്യം ഉണ്ടോ ഇത് നോക്കി. നമ്മൾ ഇതൊരു കൈക്കൊടുപ്പിൽ തന്നെ വണ്ടി അത്യാവശ്യം ഒരു 40 പെട്ടെന്ന് എത്തുന്നുണ്ട്, കയറുന്നുണ്ട്. ഒരു 40 പെട്ടെന്ന് വണ്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ആ ബാക്കിന് സാധനം ഉള്ള നല്ല യൂസ്ഫുൾ അല്ലേ ആ സാധനം. മറ്റേ അത് നല്ല ഒരു ലേഡീസായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് ആ സാധനം. നമുക്കത് അത് മറ്റേ ചില വണ്ടിയുടെ ഒന്നും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ ചിലവന്മാർ വെക്കും. പക്ഷെ ഇത് ഓക്കെയാണ്. എനിക്ക് അതിന്റെ ഹാൻഡിലിങ് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നല്ല യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഹാൻഡിലിങ്ങിനകത്താണ് നമുക്ക് ഒരു മെയിൻ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് അങ്ങ് പോവുക. എത്ര വലിയ വണ്ടി ഇതിന്റെ മലയാളികളുടെ കമ്പനിയാന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഇത് മലയാളികളുടെ കമ്പനി. അതാണ് എന്നെ അതിശയിച്ചത്. മലയാളികൾ
പക്ഷെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ക്വാളിറ്റി അല്ല. നമ്മൾ ഏതൊരു ഫോറിൻ കമ്പനിയുടെ ഒരു സാധനങ്ങളൊക്കെ പോലാണ്. എൻ്റെ ഡിസൈൻ ആയാലും പല പെർഫെക്ഷൻ ഡിസൈൻ ആയാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ബ്രേക്ക് ആയാലും ഇപ്പം നമ്മൾ മറ്റേ വണ്ടിക്കൊക്കെ ഇപ്പം എന്താ പറയുക, ഇത്രയും പൈസ കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയല്ലേ ഏതെൻ്റെ അടുത്ത് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വില കൊടുത്ത് ഇത് കൊടുക്കുന്ന എന്താണ്. പക്ഷെ ഈ വണ്ടിയുടെ ഇപ്പം നമ്മൾ ഓടിച്ചപ്പോഴെല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇനി ഫ്യൂച്ചർ എന്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ സർവീസ് എങ്ങനെയാണോ എന്താണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ അവർക്ക് തന്നെ ഇവിടെ സർവീസ് ഉണ്ട്. കൊല്ലത്താണ് നമ്മൾ വന്നത്. അവർക്ക് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവർക്ക് എത്ര ആദ്യത്തെ 1000 കിലോമീറ്റർ ഒരു സർവീസ് ഉണ്ട്, പിന്നെ 5000 കൂടുമ്പോൾ ഒരു സർവീസ് എന്നാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വണ്ടി അത്യാവശ്യം ഓടിക്കാനും നല്ല സുഖമാണ്. നമുക്ക് മടുക്കുന്നില്ല ഇത് ഓടിച്ചിട്ട് അല്ലേ. നമുക്ക് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ഒരു ബൈക്കിൽ പോകുന്ന അതുപോലത്തെ ഒരു ഫീൽ തന്നെ പോകുന്നുണ്ട്. ഇത് ലേഡീസിനായാലും കുഴപ്പമില്ല. എനിക്ക് കാലൊക്കെ ഒരു കുത്തുന്ന ഒരു പ്രശ്നം വരുമെന്നൊരു പേടിയാണ്. പക്ഷെ എനിക്കിരുന്ന് നോക്കിയിട്ട് വേറെ ഇപ്പം ലേഡീസിന് ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിന്റെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സീറ്റായാലും നല്ല അടിപൊളി സീറ്റാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ കുറച്ച് ഹൈറ്റ് ഉണ്ട്, എന്നാലും അത് കുഴപ്പമില്ല. കുറച്ചുകൂടെ സാധാരണ സ്കൂട്ടറിനാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ കുഴി ചാടുമ്പോൾ മറ്റേ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തടിക്കും. പക്ഷെ ഈ വണ്ടിക്കകത്ത് എടുത്തടിയില്ല. നല്ല ഷോക്ക്. കാരണം നമ്മൾ നോർമലി ഒരിടത്തിരുന്ന് നല്ല സുഖത്തിൽ പോകുന്നൊരു ഫീലാകും. ഇതാണ് ഇവരുടെ കൊല്ലത്തെ ഷോറൂമാണ്. അത്യാവശ്യം നല്ല ഒരു സർവീസ് എക്സ്പ്ലനേഷനും ഒക്കെ ആയിരുന്നു.